ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വീറ്റ് ബട്ടൂരയും ചന മസാലൻ്റെയും റെസിപ്പി കാണാം. ഇതൊരു ഈസി ചന മസാലയാണ് കാണിക്കുന്നത്. വീറ്റ് ബട്ടൂരയാണ്. നമ്മൾ സാധാരണ മൈദ വെച്ചിട്ടാണ് അധികവും ബട്ടൂര ചെയ്യുക. ഇത് വീറ്റ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സൂപ്പറായിട്ടുള്ളൊരു ചന മസാല റെസിപ്പി ഉണ്ട്. അപ്പോൾ അതിന് ആദ്യം തന്നെ ബട്ടൂര കുഴച്ചെടുക്കണം. ഒരു 250 ml പാല് എടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള പാലാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തത്. ഇങ്ങനെ മാറ്റി വെക്കണമെന്നില്ല, ഡയറക്റ്റ് പൊടിയിലേക്ക് ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 2 കപ്പ് ആശീർവാദ ആട്ടയാണ് എടുത്തത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുള്ള പാലെടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ചൂട് കൂടി പോകരുത്. ചൂട് കൂടിക്കഴിഞ്ഞാൽ ഈസ്റ്റിൻ്റെ ഫെർമെൻറ്റേഷൻ ശരിയായി വരില്ല. ഇളം ചൂടുള്ള പാലിൽ പഞ്ചസാരയും ഈസ്റ്റും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുത്തത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഈസ്റ്റ് ചേർത്തിട്ടും കുഴച്ചെടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെയാണ് ഏറ്റവും നല്ലത്. അതിനാകുമ്പോൾ അധികം സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഡ്രൈ ഈസ്റ്റ് ആകുമ്പോൾ കുറച്ചൊരു സ്മെല്ലുള്ള പോലെ തോന്നും. കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ച് നമുക്ക് ഒരു 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരുപാട് ലൂസിൽ കുഴച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കുടിക്കും. കുറച്ച് ടൈറ്റായിട്ടാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കേണ്ടത്. കുറച്ചും കൂടെ ഓയിലൊന്ന് തടവിട്ട് ഇത് ക്ലിംഗ് റാപ്പ് ചെയ്ത് നമുക്ക് 2 മണിക്കൂർ മാറ്റി വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ മാവ് എടുത്തത്. നല്ല സോഫ്റ്റാണ്. നന്നായിട്ട് തന്നെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. മൈദ മാവ് പൊങ്ങി വരുന്ന പോലെ അത്ര ഒരു ഇതിൽ പൊങ്ങി വരില്ല ഗോതമ്പ് മാവാകുമ്പോൾ. പക്ഷേ ഉള്ളൊക്കെ നല്ല ഫേമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും കൂടെ കുഴക്കുക. 2 പാർട്ടാക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് പൊടി തൂവിയിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു ചപ്പാത്തി മാവിൻ്റെ വലുപ്പത്തിലുള്ള ഓരോ ബോൾസായിട്ടാണ് ഞാൻ എടുക്കുന്നത്. സൈസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. ഒരുപാട് വലിയ സൈസിലായി ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊരിക്കാൻ നമ്മൾ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അധികം സൈസിൽ പരത്തിയെടുക്കുന്നില്ല. വട്ടത്തിലും അത് കഷ്ണം മുറിച്ചിട്ട് 4 ആയിട്ടുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബട്ടൂര 2 രീതിയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പൂരിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് വലിയ സൈസിൽ പരത്തിയിട്ട് അങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചൊരു തിക്നെസ്സിൽ പരത്തണം. ഒരു 1/4 ഇഞ്ച് തിക്നെസ്സൊക്കെ എന്തായാലും വേണം. എന്നാലേ ഉള്ളിൽ നല്ല ഫ്ലഫി ആയിട്ട് വരുള്ളൂ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ. കുറച്ച് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ കട്ട് ചെയ്താൽ അതിൻ്റെ തിക്നെസ് എത്രയെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. ഞാൻ നേരത്തെ തന്നെ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി വെച്ച ബട്ടൂര ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ മാത്രം തിരിച്ചിട്ട് കൊടുക്കാം. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കാം. വെളിച്ചെണ്ണയിലാകുമ്പം അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. റിഫൈൻഡ് ഓയിൽ തന്നെയാണ് ഫ്രൈ ചെയ്യാൻ നല്ലത്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും മൂത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ തിരിച്ചിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഒട്ടും ഈസ്റ്റിൻ്റെ ചൊവയോ മണമോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ വട്ടത്തിൽ പരത്തി വെച്ചതും ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. കുറച്ച് നേരം കുഴച്ച് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒട്ടും എണ്ണയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ബട്ടൂര ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് നേരം എണ്ണയിലിട്ട് തിരിച്ചു മറിച്ചിടേണ്ട ആവശ്യമില്ല. ഒന്ന് മറിച്ചിടുക, പിന്നെ വീണ്ടും ഒന്നും കൂടെ തിരിച്ചിട്ടതിന് ശേഷം അപ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. നല്ല ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തീരെ എണ്ണ കുടിക്കാത്ത ബട്ടൂര നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അതിൻ്റെ സോഫ്റ്റ്നെസ് ഞാൻ കാണിച്ചു തരാം. ഉള്ളിലൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മളൊരു ബ്രെഡൊക്കെ മുറിച്ചാലുള്ള പോലെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഭട്ടൂരയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. മൈദൻ്റെ ഒരു ആവശ്യമില്ല. ആട്ടപ്പൊടി വെച്ച് നമുക്ക് നല്ല അടിപൊളി ഭട്ടൂര ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ഭട്ടൂരയാണ്. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി ചന മസാലയാണ്. അത് നോക്കാം. ഒരു കപ്പ് വെള്ളക്കടല നന്നായിട്ട് കഴുകി കുതിർത്തെടുത്തിട്ടുള്ളതാണ്. തലേന്ന് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. ആ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിലാകുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. ഇതൊക്കെ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. 3 ടേബിൾ സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈര്, 2 പച്ചമുളക്, 4 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 8 അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 8-10 ഒക്കെ എടുക്കാം അണ്ടിപ്പരിപ്പ്. അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല. 3 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തത്. പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം, അത് നിർബന്ധമാണ്. പിന്നെ 4 അല്ലി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. കുറച്ച് മുളക് പൊടി നമ്മൾ ചേർക്കും. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ജീരകം പൊടിച്ചതും, നല്ല ജീരകം പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതെല്ലാം വഴറ്റിയെടുക്കാനുള്ള സാധനങ്ങളാണ്. തക്കാളി, കസൂരി മേത്തി, കുറച്ച് നല്ല ജീരകം. ഒരു കടായിലേക്ക്, ഞാനിപ്പോൾ ബട്ടറിലാണ് ചെയ്യുന്നത്. ബട്ടറോ ഓയിലോ നെയ്യോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ മെൽറ്റഡ് ബട്ടറാണ് എടുത്തത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. കസൂരി മേത്തിയാണ്, 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് നല്ലൊരു മണം വരും. ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ വീട് മൊത്തം നല്ല സ്മെല്ലായിരിക്കും, ബട്ടറും കസൂരി മേത്തിയും എല്ലാം കൂടെ. അതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. നല്ല സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കണം. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം. ഞാൻ കടല വേവിച്ച വെള്ളം തന്നെയാണ് മിക്സി ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. മിക്സിയിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണിത്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ യോജിപ്പിക്കാം. കടല നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 3 മിനിറ്റ് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നതാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കടല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്യാം. സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് കുക്ക് ചെയ്യാം. 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത്. അപ്പം ഗ്രേവി കുറച്ച് തിക്കാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ബാക്കി ഉണ്ടായിരുന്ന കടലിൻ്റെ വേവിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നും കൂടെ യോജിപ്പിച്ച് കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ച് കുക്ക് ചെയ്യാം. നമ്മൾ കടല നന്നായിട്ട് കുക്കായി എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില നല്ലപോലെ തന്നെ ചേർത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ചന മസാല റെസിപ്പി സാധാ ചന മസാലനേക്കാളും ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്.
ഞാൻ കുറച്ച് കസൂരി മേത്തി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സവാള സ്ലൈസ് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം. ഈ സവാള ഇതിൻ്റെ കൂടെ ഇങ്ങനെ കടിക്കുമ്പം നല്ല ടേസ്റ്റാണ്. വേറെ സവാള ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. അപ്പം ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചന മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരെല്ലാം തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കോ പൊറോട്ടക്കോ എല്ലാറ്റിൻ്റെ കൂടിയും നമുക്ക് കോംബോ ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു ചന മസാലയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.